ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അംഗനവാടി ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. കൂടുതലായിട്ടും നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GK ക്വസ്റ്റ്യൻസ് ആണ്. അംഗനവാടി ഇൻ്റർവ്യൂവിന് പ്രധാനമായിട്ടും ചോദിക്കുന്ന GK ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മളിന്നിവിടെ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആദ്യമായിട്ട് ചോദിച്ചത് എയ്ഡ്സ് ഡേ എന്നാണെന്നാണ്. എയ്ഡ്സ് ദിനം എന്നാണെന്നാണ് ആദ്യമായി ചോദിച്ചത്. എയ്ഡ്സ് ഡേ ഡിസംബർ 1-ാം തീയതിയായിട്ടാണ് എയ്ഡ്സ് ദിനമായിട്ട് ആചരിക്കുന്നത്. നമ്മുടെ ഗവർണർ ആരാന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. നമ്മുടെ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. പിന്നെ ആരോഗ്യമന്ത്രി ആരാന്ന് ചോദിക്കുന്നുണ്ട്. നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജാണ്. വനിതാ ശിശുവികസന കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവിയാണ്. വനിതാ ശിശുവികസന കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. 2024 മുതലാണ് അന്നപൂർണ ദേവി വനിതാ ശിശുവികസന കേന്ദ്രമന്ത്രിയായത്. പിന്നെ പ്രധാനമായിട്ടും ചോദ്യമാണ് അനീമിയ അഥവാ വിളർച്ച എന്നാൽ എന്തെന്ന്. അനീമിയ എന്ന് പറഞ്ഞാൽ രക്തക്കുറവ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് അനീമിയ. അത് നമുക്ക് പല രീതിയിൽ ഉണ്ടാകും. നമുക്ക് ടെൻഷൻ കൊണ്ടും നമുക്ക് ജനിതക കാരണങ്ങൾ കൊണ്ടും ഒക്കെ ഉണ്ടാകുന്നതാണ്. രക്തക്കുറവ് മൂലമാണ് അനീമിയ ഉണ്ടാകുന്നത്. അതിൽ നമുക്ക് കൂടുതലായിട്ട് നമ്മൾ കഴിക്കേണ്ടത് അയൺ അടങ്ങിയ ആഹാരങ്ങളാണ്. നമ്മൾ അനീമിയ അഥവാ വിളർച്ചയ്ക്ക് നമ്മൾ കഴിക്കേണ്ട ആഹാരങ്ങൾ അതെന്താണെന്ന് ചോദിക്കലുണ്ട്. പിന്നെ നവകേരള സദസ്സ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ മറ്റു മന്ത്രിമാരും ചീഫ് സെക്രട്ടറി മുതലായവർ നേരിട്ട് നിയോജക മണ്ഡലത്തിലെത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുന്നതിനെയാണ് നവകേരള സദസ്സ് എന്ന് പറയുന്നത്. പിന്നെ പ്രധാനമായിട്ടും ചോദിക്കുന്ന ഒന്നാണ് വാക്സിനേഷൻ. നമ്മുടെ ജനനം മുതൽ 15 വയസ്സ് വരെയുള്ള വാക്സിനേഷൻ ഏതാണെന്നും എന്തിനൊക്കെ വേണ്ടിയാണെന്നുമുള്ള ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും വാക്സിനേഷനെ പറ്റി പഠിച്ചു വെക്കുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വാക്സിനേഷനെ പറ്റി ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാക്സിനേഷനെ പറ്റി ജനനത്തിൽ നമുക്ക് എടുക്കുന്നത് ഹെപ്പറ്റൈറ്റിസ് ബി, മഞ്ഞപ്പിത്തത്തിനെതിരെയാണ് ഹെപ്പറ്റൈറ്റിസ് ബി എടുക്കുന്നത്. പിന്നെ BCG, അത് നമ്മുടെ ഇടത് കൈകളുടെ മുകളിലാണ് BCG എടുക്കുന്നത്. പിന്നെ 40 ദിവസത്തിൽ, അതായത് 1.5 മാസത്തിൽ എടുക്കുന്ന വാക്സിനാണ് പെൻറ്റാവാലൻറ്റ് വാക്സിൻ, DPT. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി, ഹിബ്, പിന്നെ റൊട്ട വൈറസ്, പോളിയോ, IPV ഇതൊക്കെയാണ് 40ാമത്തെ ദിവസം, അതായത് 1.5 മാസത്തിലെടുക്കുന്ന വാക്സിനുകൾ. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വാക്സിനേഷനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡായിട്ട് വീഡിയോ ചെയ്യാം. പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ മെയിനായിട്ട് പഠിച്ചു വെക്കേണ്ടത് ICDS എന്താണെന്നും ICDSൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നും ICDS നിലവിൽ വന്ന വർഷം ഏതാണെന്നൊക്കെയാണ് മെയിനായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ചോദിക്കും. ഇനിയും അംഗനവാടി ഇൻ്റർവ്യൂവിന് ചോദിക്കുന്ന കൂടുതൽ ചോദ്യങ്ങളുമായി ഞാൻ അടുത്ത വീഡിയോയിലേക്ക് വരാം. അതുവരെ താങ്ക് യു.